വലിച്ചുകൊണ്ടിരിക്കും. ജസ്റ്റ് സൈഡായി കൊടുത്തേക്കാം. പോട്ടെ. ആയുവാ, എന്താ സ്പീഡ്. നമസ്കാരം. കർണാടകത്തിലെ തലക്കാവേരി എന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ നമ്മുടെ യാത്ര പുറപ്പെടുന്നത് പാണത്തൂർ നിന്നാണ്. ഏകദേശം 41 കിലോമീറ്റർ ആണ് ഇവിടെ നമുക്ക് സഞ്ചരിക്കാനുള്ളത്. അപ്പോൾ ഞാനിന്ന് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 2 പേരുണ്ട്. ഞാൻ അവരെ എനിക്ക് പരിചയപ്പെടുത്താം. അമല്, ഹരിദേവ് 2 പേരാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പം റെഡിയല്ലേ പോവാൻ? പിന്നല്ലേ വിടാ. ഓക്കെ, എന്നാൽ പിന്നെ മാസ്ക് എല്ലാം വെച്ചോ. അപ്പോൾ നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ്. എൻ്റെ മാരുതി സ്വിഫ്റ്റ് വണ്ടിയിലാണ് ഇന്നത്തെ യാത്ര. പോലെ വിടാം. കാർത്തികേട്ടയിൽ ഉണ്ടോന്ന് ചോദിച്ചോടാ. കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നേരത്തെ പ്ലാൻ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 41 കിലോമീറ്റർ അല്ലേ? 41 കിലോമീറ്റർ ആണ് തലക്കാവേരിയിലേക്കുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ പാണത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തും. അപ്പോൾ ചെമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാണത്തൂർ ബസ് സ്റ്റാൻഡ് ഉള്ളത് അല്ലേ? ചെമ്പേരി അല്ലേ? ഓക്കെ, ഇവിടെ ഒരു ബോർഡ് കാണാം. ഈ ബോർഡ് ഒന്ന് കാണിച്ച്. ഇവിടുന്ന് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡ് വേണം. ആ റോഡാണ് ആക്ച്വലി സുള്ളിക്ക് പോകുന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാലത്തിലൂടെയാണ് അങ്ങോട്ടേക്ക് കിടക്കുക. ഓക്കെ, ഇന്ന് വൃശ്ചിക 1-ാം തീയതിയാണ്. അപ്പം അമ്പലത്തിൽ പോകുന്നവരെയാണ് കണ്ടത് അല്ലേ? അമ്പലത്തിൽ പോകുന്ന പതിവുണ്ടോ? നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് പാണത്തൂറിലെ ബസ് സ്റ്റാൻഡാണ്. റൈറ്റ് സൈഡാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണാം. ഓക്കെ, ഈ പാലം കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ളത് കർണാടകയാണ്. കരിക്കെ ഗ്രാമപഞ്ചായത്ത്. നമ്മൾ കരിക്കെ ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തി. ഇവിടെ വെൽക്കം ടു കർണാടക എന്നൊരു ബോർഡ് ആണ്. അതൊന്ന് കാണിച്ചു. കർണാടകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കുലുക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് തിയേറ്ററിൽ തെറ്റിദ്ധരിക്കണ്ട അല്ലേ? കേരളത്തില് ബാറൊക്കെ പൂട്ടുന്ന സമയത്ത് ആളുകൾ ഇങ്ങോട്ട് വരും അല്ലേ? ഇത് ചെക്ക് പോസ്റ്റ് ആണ്. ഇന്റർ സ്റ്റേറ്റ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ചെമ്പേരിയിലുള്ള. റോഡിന്റെ അവസ്ഥ കുറച്ച് മോശം തന്നെയാണല്ലേ? പക്ഷെ അത് ഈ ഒരു ഭാഗത്തേക്കേ ഉള്ളൂ. അങ്ങോട്ടേക്ക് പോയാല് നല്ല റോഡ്. അടിച്ച് പോകുന്ന കല്ല് തെറിച്ചാണ് നമ്മുടെ വണ്ടിക്കോ. ബൈക്ക് സ്പീഡിൽ പോകുന്ന സമയത്ത് കല്ല് തെറിച്ചാണ്. നമ്മളിപ്പോ ഏകദേശം 2-2.5 കിലോമീറ്റർ കഴിഞ്ഞു അല്ലേ? തോട്ടം എന്നാണല്ലേ ഈ ഒരു സ്ഥലത്തിന്റെ പേര്? തോട്ടം. തോട്ടം സാധാരണ തോട്ടമല്ലേ ശരിക്കും? തോട്ടങ്ങളൊന്നും എല്ലാ സ്ഥലം തന്നെയാണ്. പിന്നെ ഫുള്ള് തോട്ടമുള്ളൂ. ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ഇപ്പം ട്രാവൽ ചെയ്തു പാണത്തൂരിൽ. നമ്മളിപ്പം ശ്രീ തുളൂർ ഭഗവതി ടെമ്പിളിന്റെ ഗേറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. മഞ്ചെടുക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? മഞ്ചെടുക്ക അല്ലേ? അല്ല മഞ്ഞെടുക്കാണ്. മഞ്ഞെടുക്കാണ് സ്ഥലത്തിന്റെ പേര്. അപ്പോൾ മഞ്ഞെടുക്ക എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. തുളൂർ ഭഗവതി ടെമ്പിൾ. അപ്പോൾ അവിടെ പോയിട്ടുണ്ടോ? അമ്പലത്തിൽ പോയിട്ടുണ്ടോ? അമ്പലത്തിൽ പോവാതിരിക്കാൻ ഫേമസ് ആണല്ലേ?
പിന്നെ കളിയാട്ടത്തിന് സൂചി കുത്താൻ സ്ഥലമുണ്ടോ? അത്ര ആളുകളുണ്ടാവും. 7 ദിവസത്തെ വേറെ ഡിസ്ട്രിക്ട് നല്ല ആളുകൾ വരുന്നുണ്ട് തോന്നുന്നു അല്ലേ? 101 തെയ്യങ്ങള് നടക്കുന്നുണ്ട് അത് ശരി. കളിയാട്ടത്തിന്. അല്ല 7 ദിവസമല്ല, 7 ദിവസം 8 ദിവസം 101 തെയ്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. വർഷത്തിലുണ്ട്, എല്ലാ വർഷവും ഉണ്ട്. ഈ വർഷം ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് തെയ്യം എന്തായാലും ഉണ്ടാവും. അതെ അല്ലേ? ആൾക്കാരൊന്നും അപ്പോ ഫേമസ് ആയ ഒരു ക്ഷേത്രമാണല്ലേ? പിന്നല്ല സുരേഷ് ഗോപി എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ പിന്നെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഇൻഫർമേഷനും കൂടെ പിന്നെ കൊടുക്കുക അല്ലേ? തുള്ളൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള റൂട്ട് ഇത് തന്നെയാണ്. അപ്പൊ പാണത്തൂർന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് എത്താം. അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മളെ ഡെസ്റ്റിനേഷൻ തലക്കാവേരിയാണ്. ടൈം ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എടാ അത് ഉത്സവ സീസൺ എപ്പോഴാ? മാർച്ചിലാണ് ഉത്സവം അല്ലേ? അപ്പം വരുന്നവര് മാർച്ചിൽ വന്നു കഴിഞ്ഞാൽ ഉത്സവമൊക്കെ കാണാം അല്ലേ? മാർച്ച് മാസത്തിലാണ്. നമ്മളിപ്പോൾ മഞ്ഞനെടുക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്, മിനി ഹൈഡൽ സ്റ്റേഷനാണ്. 2x5 മെഗാവാട്ടാണ് കപ്പാസിറ്റി. നമുക്ക് പിന്നെ അകത്തേക്ക് കയറിയിട്ട് നോക്കാം. ഇത് നമുക്ക് പവർ ഹൗസിന്റെ അകത്തെ കാര്യങ്ങളൊക്കെ കാണാം. സാധാരണ ഇത് ആളുകൾ കണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. നോർമലി ആളുകളെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല. ഇപ്പൊ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നതാണിത്. വീണ്ടും യാത്ര തുടരുകയാണ്. നമുക്കിനി ചെത്തുകയം ഡാമാണ് കാണേണ്ടത്. അപ്പോൾ ഡാമിലേക്ക് പെർമിഷൻ കിട്ടുമോ അറിയില്ല. എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം. കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഡാമിലേക്കുള്ള വഴി കാണാം. ഇതാണ് ചെത്തുകയം ഡാമിലേക്കുള്ള വഴി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പം നമുക്ക് മുന്നോട്ടേക്ക് പോയിട്ട് നോക്കാം. പേടിയൊന്നുണ്ടോ? പേടിയൊന്നുമില്ലല്ലോ. കുറേ ആയല്ലോ ഹരി നമ്മൾ നടക്കുന്നത്. എത്ര കിലോമീറ്റർ? ഇനി 1/2 കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞേ. നമ്മളിപ്പോൾ 1 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവുമല്ലോ. ഇതാ ഒരു ഡാമിന്റെ സൈഡിലേക്ക് എത്തി. പക്ഷേ പിന്നെ ഇതിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. ഇവിടെ ഒരു ആത്മഹത്യയൊക്കെ നടന്നിരുന്നു ഇന്നലെ മിനിയാന്ന് വെച്ചല്ലേ.
നമ്മൾ ഇത്രയും ദൂരം നടന്നിട്ട് വന്നെങ്കിലും ഇവിടുത്തെ പിന്നെ ഡാം കാണാൻ പറ്റിയില്ല, ചെത്തുകയം ഡാം കാണാൻ പറ്റിയില്ല. അപ്പം ഇവിടെ ഒരു ആത്മഹത്യ നടന്നിരുന്നു എന്നാണ് പറഞ്ഞത് 2 ദിവസം മുന്നേ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തിരിച്ചു നടക്കാം അല്ലേ? ഓക്കെ. ഞാനിപ്പോ ആടം വരെ പോയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാതെ തട്ടി അത് അവിടെ കേട്ടുന്നുണ്ടെങ്കിൽ കോമഡി തന്നെ. എൻ്റെ അവസ്ഥയിൽ വെച്ച് നോക്കി ഞാൻ ആടത്തും വരെ നടന്നിട്ട് നമ്മൾ നടത്തണല്ലോ, പിന്നെ തിരിച്ചിങ്ങനെ നടക്കാം. കർണാടക ആയതുകൊണ്ട് ചെത്തുക്കായ എന്ന് പറഞ്ഞായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി വണ്ടി നമ്മൾ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ചെത്തുകയ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയൊരു പ്ലേസാണ്. കല്ലെല്ലാം വെച്ച് ഒരു ആനയെല്ലാം നിന്ന പോലെ ഉണ്ട്, നോക്കി. പാപ്പാറല്ലേ കാണുന്നത്? ആ, ചെറിയൊരു ആന വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയ പോലെ ഉണ്ട്. ആന തിരിഞ്ഞിരിക്കുന്നത്. ആ, ആന തിരിഞ്ഞിരിക്കുന്ന ബാക്ക് പോസ്റ്റ് പോലെ ഇല്ല ശരിക്കും. അതെ, ഇതിൽ നോക്കി. അധികം ലേറ്റ് ആക്കുന്നില്ല, വേഗം പോവാണ്. Let's go with Satish Govindan. ഏതോ അപരിചിതമായ മുഖം. സൈഡൊന്നും ഇല്ല ഓൾറെഡി പാലത്തിന്റെ, എല്ലാം പൊളിഞ്ഞ് താഴെ വീണിട്ടാണുള്ളത്. പാലത്തിന്റെ സൈഡിലുള്ള കൈവരിയൊക്കെ പൊട്ടി താഴത്തേക്ക് വീണിട്ടാണുള്ളത്. ഡേഞ്ചർ ആണല്ലേ സിറ്റുവേഷൻ. ഒരു പക്ഷേ വണ്ടി കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ നേരെ താഴേക്കായിരിക്കും വീഴുക. ഒരു എസ് വളവിലേക്കാണ് ഇനി പോകുന്നത്. വീണ്ടും മറ്റൊരു വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഒന്ന് സൈഡാക്കാൻ തോന്നുന്നു അല്ലേ? ഒന്ന് സൈഡ് ഇത് ബിന്ന വഴി മൊത്തം വാട്ടർഫാൾ അല്ലേ? കണ്ടതിൽ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് പോകല്ലേ? വണ്ടിയിലല്ലോ സൈഡില് ഡോർ അടഞ്ഞില്ലല്ലോ.
ആ റൈറ്റ് ഓക്കെ ഏകദേശം 16.1 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു നമ്മുടെ യാത്ര തുടങ്ങിയ സ്ഥലത്തു നിന്നും. ഇപ്പൊ ഫോറസ്റ്റിന്റെ നടുവിലൂടെയാണ് യാത്ര. നമുക്ക് സൈഡ് കൊടുത്തേക്കാൻ തോന്നുന്നല്ലേ? കുറേ സമയം ഇങ്ങനെ ഓൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, അല്ലെങ്കിൽ ഓൺ അടിച്ചുകൊണ്ടിരിക്കും. ഓ എന്താ സ്പീഡ്! അയവാ, നീ ലെഫ്റ്റ് സൈഡിൽ ഒരു മരം കണ്ടാ? നല്ല അടിപൊളി മരമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? സൈഡാക്കാം അല്ലേ വണ്ടി? ഓക്കേ. വേരല്ല, അങ്ങോട്ട് അധികം പോകണ്ട. മറ്റേ തോട്ടപ്പുഴ ഉണ്ടാവും. അതെയല്ലേ? മരത്തിന്റെ വേര് ഇതാ ഈ ഒരു ഭാഗത്ത് വരെ എത്തിയിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ മരത്തിന്റെ പേരറിയില്ല അല്ലേ? മരത്തിന്റെ പേരറിയില്ല. എന്ത് മരാന്ന് ആക്ച്വലി പേരറിയില്ല. പക്ഷെ അതിന്റെ വേരുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത്.